അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും
നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാള് വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത്? നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങൾ 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിൻ്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ട. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സ്വയം അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്, ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറേ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം.
എന്ത് പറ്റി തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്, ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന്, തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ന്യായസ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് ഈ സംസാരിച്ച് ഇതേ വാക്ക് ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രമിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ജെയിംസ്, ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹത്തിലാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ചെമ്പുമുക്ക് കെനഡി മുക്കിൽ താമസിക്കുന്നു. സെയിൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 20/6/2023 അത് വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടിലും കടങ്ങളിലും അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വ്യാകുലത്തിലിരിക്കുന്ന ഒരു 6-7 വർഷങ്ങൾ കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ച് ജോലി കിട്ടുന്നില്ല. ബിസിനസ്, ഞാനൊരു കൺസൾട്ടൻസി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു സക്സസ് നടക്കുന്നില്ല. ആൾക്കാരായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് തിരിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യ അരുൾ മേരി, ഇത് രണ്ടാമത്തെ മകൾ ഷേർലി ജെയിംസ്. ഇവർക്കുണ്ടായ അനുഗ്രഹങ്ങളും കൂടിയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ്, ഞാൻ പല പള്ളികളിലേക്കും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പല പള്ളികളിൽ നിന്നും എനിക്ക് ഇല്ലെങ്കിൽ വഴിയിൽ നിന്നും ആൾക്കാരുടെ അടുത്ത് നിന്ന് മാതാവിൻ്റെ പത്രം കിട്ടുമായിരുന്നു. വൈഫിന് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വൈഫ് എപ്പോഴും ആ പത്രം കിട്ടുമ്പോൾ എനിക്ക് തരും. ഞാനത് മടക്കി ഓൾട്ടറിൽ വയ്ക്കും. ഓക്കെ, അല്ലാതെ ഞാൻ തുറന്ന് വായിക്കാനോ അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എല്ലാ വിധത്തിലും ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് പോലും വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ 19-ാം തീയതി ഒക്കെ എത്തുന്നത്. ഇവിടെ വരുന്നതിന് ഒരു ദിവസം മുമ്പ് പുള്ളി പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാം, ജെയിംസ് ഏട്ടൻ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ കാറിൽ കയറിയ ഉടനെ പുള്ളി ഈ പത്രം എടുത്തു തന്നു. ജെയിംസ് ഏട്ടൻ എങ്ങനെ പോകുന്ന ജീവിതം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കറിയാലോ ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകും,
ഉടമ്പടി എടുക്കും, ജെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനത് ചിരിച്ച് തള്ളി. എന്നാലും ഞാൻ ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു, ഒരു അരമണിക്കൂർ വായിച്ചു. ഞങ്ങൾ ആ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പുള്ളി എനിക്ക് ഒരു 1000 രൂപ തന്ന് സഹായിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പത്രം വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. പിറ്റേ ദിവസം കാലത്ത് തന്നെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാലത്ത് തന്നെ ഞാനിവിടെ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ബസ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ എത്തി. ഞാനിവിടെ പോയി ഒരു യാന്ത്രികമായി പോയി ഉടമ്പടി എടുത്തു. പലരോടും ചോദിച്ചു, പലരും എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്ന്. ഒരു 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ പതിയെ നടന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ശരീരം മുഴുവൻ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേറെ ആരുമില്ല, അമ്മ ഈശോ തമ്പുരാനോട് മധ്യസ്ഥയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സക്സസ്സും വരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിൻ്റെ വിഷമങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം. പൊതുവെ എൻ്റെ ശരീരം എല്ലാ ദിവസവും ഇക്കാലത്ത് എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിയ ശേഷം നമ്മളുടെ വിരൽ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന മാതിരി ശരീരമാകെ ഒരു കുളിര് ചൊരിയുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. പിന്നെ എനിക്ക് എന്ന് പറയുന്ന ആ പെയിൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. 6 വർഷമായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിനത്. എല്ലാ ജോയിൻ്റ് പെയിനുകളും ഉണ്ടായിരുന്നിട്ട് ഞാനത് സഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ പെയിൻ ഇല്ലാതെയായി. ഞാൻ വീട്ടിലെത്തിയ ഉടനെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ പുള്ളി തന്ന 1000 രൂപയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിൻ്റെ നടുവിൽ എനിക്ക് 2 SMS വരുന്നു. ഒരു SMS ഒരു വാട്സപ്പും വരുന്നു. നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ്സായി, നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഈ ഫുൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്തോളാൻ പറയുന്നത്, നമുക്ക് ട്രാൻസിയായിട്ട് കിട്ടുന്നതാണല്ലോ, പാർട്ട് ബൈ പാർട്ട്. ഇല്ലല്ല, അതെന്തോ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന്. അത് അവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാനൊരു 500 രൂപയുടെ നോട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. അന്ന് ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പേയ്മെൻറ്റ് വരും ചെയ്തു എനിക്ക്. അങ്ങനെ മാതാവ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് തൊണ്ടയിൽ ഒരു മുഴമാരി വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വൈഫ് പറഞ്ഞു, വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ പുരട്ടി ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് 3-ാം ദിവസം ആ മുഴ എവിടെ പോയെന്ന് അറിയില്ല. തൈറോയിഡിൻ്റെ മുഴയായിരുന്നു. അതെവിടെ ഇതുവരെയ്ക്കും അവർക്ക് ആ പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ. അവൾ പറഞ്ഞു, പപ്പ അത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്കിത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ കോളേജുണ്ട്, നീ മേലെ പോയി ധൈര്യമായിട്ട് എഴുത്, നീ പാസ്സാവും, നിനക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം നീ പാസ്സാവും. അങ്ങനെ അവൾ പോയി എക്സാം ചെയ്തിട്ട് അവൾ താഴെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പപ്പ, ഞാൻ എക്സാം എഴുതുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് മാതാവായിരിക്കും മോളെ, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നില്ലേ. അവൾക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം, ഒന്നും അറിയില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ. ഞാൻ പറഞ്ഞു, ഈ എക്സാമിൽ നീ പാസ്സാവും. അങ്ങനെ അവൾ വലിയ മാർക്കില്ല, പക്ഷേ അവൾ പാസ്സായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു US കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഗുഡ്ഗാവിൽ.
പിന്നെ പ്രത്യേകിച്ച് ഞാൻ പത്രങ്ങൾ എല്ലാ പ്രാവശ്യം ഇവിടെ വന്ന് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വഴിയോരത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്രൈസ്തവരായാലോ അക്രൈസ്തവരായാലോ ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടണേ കർത്താവെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള പല മുടക്കങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ വെച്ചിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഭാര്യയായിട്ട് പോയി എന്താ പറയുക കുർബാന കാണാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പട്ടിണി കിടന്ന് ഓരോ ദിവസം ഞങ്ങൾ ഈ ചോറിൽ ഉപ്പും അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് എനിക്ക് ഏത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 0.5 കർത്താവിലേക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആ കാശ് തൊടുള്ളൂ. അത് ഇതുവരെയ്ക്കും ഞാൻ പാലിച്ചിട്ടുണ്ട്. വൃതമന്ദിരത്തിൽ പോയി ഞാൻ അവർക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഞാൻ ഒരു പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്ത് കാശ് കിട്ടുന്നില്ല. പക്ഷെ കാശ് കിട്ടിയ ഉടനെ അത് കൊണ്ടുപോയി അത് ഞങ്ങളൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തോടും ഇത്രയും കാരുണ്യം കാണിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു ജിജോ. ഞാൻ ആരക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ, എൻ്റെ 2 മക്കൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. എൻ്റെ 4 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട് ഞങ്ങൾ 28 വർഷമായി അവിടെ താമസിക്കുന്നു. അതിൻ്റെ ആധാരം ഞങ്ങളുടെ പേരിലേട്ട് പഞ്ചായത്തിൽ നിന്നാക്കി കിട്ടിയിട്ടില്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. അപ്പോൾ ഒരുപാട് പൈസ മുടക്കുണ്ടാവും, ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെ പറയാം. ചേട്ടൻ വന്നു, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഒട്ടും താമസമില്ലാതെ വെറും 35 രൂപയെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ആധാരം ഞങ്ങളുടെ പേരിലോട്ടാക്കി കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഒന്ന് വീണായിരുന്നു. ഇടത് സൈഡിൽ ഒരു ഇഞ്ചുറി പറ്റി. അപ്പോഴത്തെ സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. പിന്നെ കൈ സ്ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടും സ്ട്രാപ്പിംഗ് ഊരിയെങ്കിലും ഹസ്ബൻഡിനെ കൈ പൊക്കാനോ അതിൽ നിന്ന് ഭാരം എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, ഒട്ടും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു 2 ആഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഇത് കുറഞ്ഞോളൂ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്കിന് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയതോറും ഇങ്ങനെ ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മാറിക്കോളും എന്ന് പറയുമ്പോൾ ആകെ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനെ ഹസ്ബൻഡിനെ കാഴ്ചവെച്ച് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ കയ്യിൽ അത് പരട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം കിട്ടി. ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല, അത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടി. പിന്നെ അടുത്തായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ NABHൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. ഞാനൊരു നേഴ്സാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ നേഴ്സസിന് തന്നെയായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് എന്നും വഴക്കും ബഹളമായിരുന്നു. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് കുറച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നപ്പോഴും നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ആകെ സ്ട്രെസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞാനെന്താ NABHൻ്റെ ഇൻസ്പെക്ഷൻ്റെ ദിവസം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് ഇൻസ്പെക്ഷൻ വരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ
തന്നെ അത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കിട്ടണം, നമ്മുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഒരു ഫോൾട്ടും അവർ കണ്ടുപിടിക്കരുത്, ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഇൻസ്പെക്ഷന് വന്നപ്പോഴായാലും ഉടുമ്പടി കാശിരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര 3-4 പേരൊക്കെ ഭയങ്കര ഇതിലാണ് വന്നത്, കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. പക്ഷേ അവർ വന്ന് അവിടെ ഇരുന്നു, ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിനെല്ലാം ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ വാർഡിലായാലും അവർ പോയപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം ബെറ്ററായിട്ട് തന്നെയാണ്, എസ്പെഷ്യലി നിങ്ങൾ നേഴ്സുമാർ നന്നായിട്ട് എഫിഷ്യൻറ്റ് നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിക്കുകയാണ്, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആരെങ്കിലും പറയും, പക്ഷേ ഇത് മാതാവ് ശരിക്കും അനുഗ്രഹിച്ചത് തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ പത്രം മേടിച്ച് ഞാൻ കൃപാസനം പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എനിക്കൊരു ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ വാട്സപ്പ് ഉണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അഥവാ ഇനി അവർ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മേഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പോൾ തന്നെ ഞാൻ എനിക്കില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ തന്നെയാണ് തന്നെ അവർക്ക് ഫുഡൊന്നും മേടിക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ നിന്നായാലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി ചേർന്ന് നിൽക്കാനുള്ള മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴായാലും എനിക്ക് 2 വീലർ ഉണ്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, മാതാവി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേഗം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് കൊടുക്കും. അപ്പം ശരിക്കും മാതാവ് മാറ്റി വിട്ട പോലെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കും മാതാവിനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ, മഴവില്ലൊക്കെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 5:20 മാതാവ് ഇങ്ങനെ ഒരു നീലയും പച്ചയും നിറത്തിലുള്ള മഴവില്ല രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിന്നണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മിന്നി വന്നു. എന്നിട്ടിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ മാതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലായിരുന്നു. മാതാവ് നല്ല ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി, അപ്പോൾ കറക്റ്റ് 5:25 സമയം. നമ്മുടെ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ വേഗം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് കൃപാസനത്തിലുള്ള മാതാവല്ലല്ലോ, ഇത് ഏത് മാതാവായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 1 മാസം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലിരിക്കണ മാതാവിൻ്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച മാതാവിനെയാണ് ഞാൻ കണ്ടത്. അതേ രൂപം തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് വരാത്തതുകൊണ്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് പറ്റുന്ന കാലത്തോളം ഞാൻ ഈ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊടുക്കാനും മാതാവിൻ്റെ അടുത്ത് വരാനും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. 1 മാസം വരാതിരുന്നാൽ തന്നെ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എങ്ങനെയായാലും ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ മാതാവ് വരും. നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും. പിന്നെ ഒരിക്കലും തെറ്റുകളിലേക്കൊന്നും മാതാവ് വരുത്തിക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പം പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാവും, അയ്യോ മാതാവിന് അത് വിഷമാവുമല്ലോ, അപ്പം സോറി പറയണമെന്ന്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ദേഷ്യപ്പെടും പെട്ടെന്ന്. ഞാനൊരു സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാലോ എന്ന് ഞാൻ സോറി ഇട്ടോടിന്ന് ഞാൻ ചെന്ന് പറയും. അപ്പം എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ ഈ സവിധത്തിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാൻ അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. 2024 ജനുവരി 23 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് തിരുവനന്തപുരത്ത്
കോട്ടൺ ഹിൽ ചർച്ചിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. മോൾ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞങ്ങൾ ആ ചാപ്പലിൽ പോവും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ന്യൂ ഇയറിന് 2024 ന്യൂ ഇയറിന് അവിടെ ചർച്ചിൽ പോയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നീല ഡ്രസ്സായിട്ടുള്ള ഒരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ വൈഫിന് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതിന് ശേഷം ഒരു നീല കളറിലെ കൊന്ത കൊടുത്തിട്ട് ചോദിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയുമോ, ജപമാല ചൊല്ലാറുണ്ടോ എന്ന്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയത്തില്ല, എങ്കിലും അത് രണ്ടും പഠിക്കണം, യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതേ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഒരു പത്രം കിട്ടുകയാണ്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കൊറോണ സമയത്ത് ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വീട് വാങ്ങി, അത് കേസിൽപ്പെട്ടു. അതൊരു ചതിയായിരുന്നു, കേസായി. എനിക്ക് ആ വീട് വിൽക്കാൻ കഴിയുന്നില്ല, കടങ്ങളായി, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ ഈ വിശിഷ്ടമായ ഉപ്പും ഇവിടുത്തെ തൈലവും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വീട് 10 ദിവസത്തിനുള്ളിൽ എഗ്രിമെൻ്റ് ആക്കുവാനും ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ വിറ്റ് പോകുവാനും കഴിഞ്ഞു. അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ അതിന് കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോള് ബിടെക് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടെസ്റ്റുകൾ ഒരുപാട് എഴുതിയിട്ടും അവൾക്കൊരു ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു വിഷമഘട്ടത്തിലിരിക്കുകയാണ്, കാരണം മോൾക്കൊരു ജോലി ആവുന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഈ വർഷം ന്യൂ ഇയറിന് മുമ്പ്, ക്രിസ്മസിന് മുമ്പായിട്ട് ഞാൻ ഡേറ്റ് ഇട്ടുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 മാസം കൂടുമ്പോൾ വന്നിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാ രീതിയിലും അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്മസിന് മുമ്പായിട്ട് അമ്മയോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ തിരുകുമാരൻ്റെ ജനനദിവസമായ ഈ ഡിസംബർ 25 ക്രിസ്മസിന് മുമ്പായിട്ട് എൻ്റെ മോൾക്കൊരു ജോലി ഗവൺമെൻറ് സർവീസ് തരണേന്ന്. ഡിസംബർ 23-ാം തീയതി അവൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. 25-ാം തീയതി എൻ്റെ വൈഫും മോളും കൂടെ ഇവിടെ വന്നപ്പോൾ നമുക്കന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് വന്നാണ്, പക്ഷേ അന്ന് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കാണിച്ച് ഞങ്ങൾ ക്രിസ്മസിന് ശേഷം അടുത്ത പ്രവൃത്തി ദിവസം പോയി എൻ്റെ മോള് ജോലിയിൽ ജോയിൻ ചെയ്തു. അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുവൈറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്ന് കരുതിയ ലക്ഷക്കണക്കിന് രൂപ പല പ്രാവശ്യമായിട്ട് അമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അന്നൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എൻ്റെ ഈ പണം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന്. പക്ഷേ അതിലൊരു ഭൂരിഭാഗം പൈസയും ഇനിയും കിട്ടാനുണ്ടെങ്കിലും ഒരു 3/4 ഭാഗം പൈസയെങ്കിലും അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന് ഞങ്ങൾക്കൊരു താങ്ങായി, തണലായി ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അമ്മ. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടലും ചുമയും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വിശിഷ്ടമായ ഈ ഉപ്പും അതുപോലെ തന്നെ വിശിഷ്ടമായ തേനും ഉപയോഗിച്ചതിന് ശേഷം അതിന് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതിനും അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ RCCയിലും തിരുവനന്തപുരം RCCയിലും മെഡിക്കൽ കോളേജിലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പോകും. അവർക്ക് ഊണ് റെഡിയാക്കി കൊണ്ട് കൊടുക്കും. വീട്ടിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം, എൻ്റെ മോള് ആ പത്രത്തിലെല്ലാം വചനം എഴുതിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാനും മോളും എൻ്റെ വൈഫും കൂടെ ആ റോഡിൽ പോയി നിന്ന് ഓരോരുത്തർക്കും ഈ കൃപാസനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ വെട്ടുകാട് പള്ളി, അതുപോലെ പള്ളിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസനം പത്രം അലക്ഷ്യമായിട്ടിട്ടിരിക്കുമ്പോൾ ആ പത്രവും ഞങ്ങൾ എടുത്തു കൊണ്ടുപോയി ഈ മെഡിക്കൽ കോളേജിലും RCCയുടെ പരിസരത്തും വിതരണം ചെയ്യും.
അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മാറിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഉള്ള രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു മഹാസ്ഥാപനമാണിത്. അവിടെ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പോവുകയും അവരുടെ മുടി വെട്ടിക്കൊടുക്കുക, അവരുടെ നഖം വെട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുക. ഞാൻ അവരെ ഇവിടുത്തെ വിശിഷ്ടമായ ഉപ്പും ഈ തേനും അതുപോലുള്ള ഈ വിശിഷ്ടമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു സന്തോഷം, ഒരു സമാധാനം അതെൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചറിയുന്നു. അങ്ങനെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുകുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് പ്രിയങ്ക, ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മാത്യു. ഞങ്ങൾ പാലാ രൂപതയിലെ ശാന്തിപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ, അതായത് 2007 മുതൽ എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിലൂടെയും മാറി മാറി നടന്നു, ഓരോ ടെസ്റ്റുകൾ ചെയ്തപ്പോഴെല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫിറ്റ്സ് വരുന്നു, കഴിക്കാതെ ഇരുന്നാലും ഫിറ്റ്സ് വരുന്നു. അങ്ങനെ 2023 ഡിസംബർ 19 വരെ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. ഞാൻ 2024 ഒക്ടോബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഇതുവരെ എനിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല. ഞാൻ ഒരു മരുന്നും യൂസ് ചെയ്യുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആകമൊത്തം ഉപയോഗിക്കുന്നത് കൃപാസനത്തിലെ തൈലവും തേനും ഉപ്പും മാത്രമാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ മരുന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ഇസ്രായേലിന് പോകാനുള്ള ക്ലാസ് 2025 നവംബറിൽ കൂടി. ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ആരംഭിച്ചു. പേപ്പർ വർക്ക് ആരംഭിച്ചപ്പോഴാണ് എൻ്റെ മമ്മിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു മിസ്റ്റേക്ക്. എൻ്റെ മമ്മിയുടെ ചാച്ചൻ്റെ പേര് ചോദിച്ചെടുത്ത് എൻ്റെ പപ്പയുടെ പേരാണ് എഴുതിയാക്കുന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ ചെന്നു. അവരെന്നോട് ID കാർഡ്, ആധാർ കാർഡ് പ്രൂഫ് ചോദിക്കുവാൻ. ആധാർ കാർഡ് എൻ്റെ മമ്മി മരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത്. ID പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി, അതുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇതിങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കാരണം ഇങ്ങനെ എനിക്കിത് പേപ്പർ വർക്ക് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ മമ്മി മരിച്ച ആ പഞ്ചായത്തിൽ ചെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചത് കണ്ടു. വേറൊരു പഞ്ചായത്താണ്, ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല, എന്ത് ചെന്ന് ചോദിക്കണമെന്നറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴും പ്രൂഫ് ചോദിക്കുമോ എന്ത് ചെയ്യുമോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളെ കെട്ടിച്ചാക്കുന്ന അതേ പഞ്ചായത്തിലാണ്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ നാളെ വാ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോവുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാനിങ്ങനെ കൂടിയിട്ടിരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വരെ ഒരിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് ഓരോരോ അനുഗ്രഹങ്ങൾ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പഞ്ചായത്തിലേക്ക് പോയി. ബസ്സിലിരുന്ന് ഫുൾ ടൈം കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലർക്ക് ഞങ്ങളെ വിളിച്ചു. ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ കയറി ചെന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, സാർ 10 വർഷം മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ടോക്കിൻ്റെ ഇടയ്ക്ക് ചേച്ചി എൻ്റെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രൂഫ് ഒന്നും ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് നോട്ട്സ് കൊടുത്തേക്കാം, നിങ്ങൾ അക്ഷയയിൽ പോയി ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അക്ഷയയിൽ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അവിടുത്തെ മേഡം ഞങ്ങളോട് ചോദിച്ചു, പ്രൂഫ് എന്തെങ്കിലും ചോദിച്ചു. പ്രൂഫില്ല, സാറാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നിട്ട് ഇതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് സാറിൻ്റെ അത് കൊടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. കറക്റ്റ് 2ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എടുത്തു. പേപ്പർ വർക്കെല്ലാം പൂർത്തീകരിച്ചു. ജനുവരി 6 ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ജനുവരി 20 ഫസ്റ്റ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു കോൾ വന്നു. ഏജൻസിയിൽ നിന്ന് ഒരു ലേഡിയാണ് എന്നെ വിളിച്ചത്. അവരെന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് 22-ാം തീയതി വീണ്ടും എനിക്ക് ആ ലേഡി ഒരു കോൾ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻറ്റിൻ്റെ മകൻ എന്നെ വിളിച്ച് സംസാരിച്ചു. നല്ല രീതിയിൽ തന്നെ വെച്ചു. എനിക്ക് അവർ ചോദിച്ചെല്ലാം മനസ്സിലായി. ഞാൻ ആൻസറും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരറിവും ഇല്ല. സാധാരണ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുന്ന് ഒരു മെയിൽ വരും, പേപ്പർ വരും. എനിക്ക് മാത്രമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയെ വിളിച്ചിട്ട് ജനുവരി 30 ചോദിച്ചു, എന്തായി എൻ്റെ കാര്യം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നു. വീണ്ടും ഫെബ്രുവരി 3 ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയിട്ട് ഞാനിങ്ങനെ മാതാവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു പോസിറ്റീവായുള്ളൊരു കാര്യം കേൾക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 5:45 ഇത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി, നിനക്ക് വിസ വന്നിട്ടുണ്ട്, നീ തിരിച്ച് ബോംബെക്ക് ഇൻ്റർവ്യൂവിന് കയറി പോകണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. ഇത്രയും എല്ലാം അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ഭൗതികമായ ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. വെറും ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാഹചര്യം, കുർബാന കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ പോയി കുർബാന കൂടും. സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. സന്ധ്യാപ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലും. ബൈബിള് വായിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലാനും എല്ലാം ദൈവം ഇപ്പം ഞാൻ എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ നിന്നുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഒട്ടുമുക്കാലും തന്നെ കേൾക്കും. അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ ഒരവസരം എവിടെയെങ്കിലും കിട്ടിയാൽ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ച് എല്ലാവരോടും അത് പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ പേപ്പറുകൾ വാങ്ങിക്കൊടുത്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്, കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും തിരുക്കുമായ ഈശോയ്ക്ക് നന്ദി. കൃപാസനം അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ ഈശോയിലൂടെ ഇത്രയേറെ അടുത്തേക്ക് വന്നത്. ആ പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് താര ശൈലേഷ്, ഇതെൻ്റെ ഭർത്താവ് ശൈലേഷ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 18-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് യൂട്രസിലൊരു അഡനോമയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർജറി ഓപ്ഷനുള്ളൂ, മെഡിസിൻസ് ഇല്ല. അതിനൊരു സർജറിക്ക് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. മാനസികമായിട്ട് എനിക്ക് കുറച്ച് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഒക്ടോബർ 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോക്കണൊക്കെ കൊടുക്കായിരുന്നില്ലേ, ആ ടോക്കണൊക്കെ കൊടുക്കുമ്പം ഞാൻ ബാക്കിലോട്ട് മാറി നിന്ന് എനിക്ക് വേണ്ട, ടോക്കൺ എടുക്കേണ്ട, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാതാവിനെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 3 മാസം തികയണേക്ക് മുന്നേ തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോണതിൻ്റെ തലേ ദിവസം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം
ഒരു നല്ലൊരു സ്മെല്ല്, അതായത് പനിനീർപ്പൂവിൻ്റെ സ്മെല്ല്. പനിനീർപ്പൂവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു 1000 പനിനീർപ്പൂക്കൾ കുത്തി വന്നൊരു സ്മെല്ല്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ അയ്യോ മാതാവ് വന്നതാണ്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ എന്ന്. ഒന്നുകൂടി ഞാൻ ശ്വാസം വലിച്ചു, ഒന്നുകൂടി കിട്ടി. 2 നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും സ്മെല്ല് പോയി. അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്കുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്ത് സ്കാനിങ് ടേബിളിൽ സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിങ് ടേബിളിൽ ഇരിക്കുമ്പം കാശ് രൂപ മുറുക്കെ പിടിച്ചാണ് സ്കാൻ ചെയ്യാൻ കിടക്കണത്. സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് പഴയ സൈസ് തന്നെയാണ് ഇപ്പോഴും, ഒന്നും ചെയ്യണ്ട, അധികം പെയിനുമില്ല, ബ്ലീഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ, സർജറി വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗം മാറണം എന്നായിരുന്നില്ല, സർജറി ഒഴിവാക്കി തരണം എന്നായിരുന്നു. അതുപോലെ തന്നെ മാതാവ് സർജറി ഒഴിവാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഈ കാശ് രൂപം കൈ പിടിച്ചാണ് ഞാൻ എവിടെയും പോണത്. അങ്ങനെ പോകുമ്പം 3 പ്രാവശ്യം ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്ന് വിറച്ചായിരുന്നു. എന്നുവെച്ചാൽ 3 ദുരന്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ജീവിതത്തിൽ. ഒന്ന് ഏട്ടന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടാവണതിന് 2-3 ദിവസം മുന്നേ ഈ കയ്യിലിരുന്നത് ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ അമർത്തി പിടിച്ചാണ് ഞാൻ പോണത്. അങ്ങനെ പോകുമ്പം കയ്യിലിരുന്നത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതായത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ചെറുതിലെ ചെറിയ ചെമ്മീനൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇറുക്കായിരുന്നു ചെറുതിലെ. ഞാൻ അങ്ങനെ ഇറുക്കുമ്പോൾ ഒരു പൊടിയണ പോലത്തെ ഒരു പെടയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതുപോലൊരു ഫീലിങ്സ് വന്നു. അത് പിന്നെ അതുപോലെ വേറൊരു ദുരന്തമായിട്ട് ഒരു വ്യാജ ചെക്ക് കേസ് വന്നായിരുന്നു. അതിനു മുന്നും ഇതുപോലെ തന്നെ പിടഞ്ഞു. പിന്നെ എൻ്റെ ഇതിനകത്ത് 2-3 പേരായിട്ട് ഒരു ലോൺ പ്രശ്നത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ പിടഞ്ഞായിരുന്നു. എനിക്കന്നറിയില്ല അതിൻ്റെ സൂചന എന്തായിരുന്നെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാതാവ് എനിക്ക് തന്ന, ഈശോ എനിക്ക് തന്ന ഒരു സൂചനയായിരുന്നു. നിനക്ക് ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സൂചന. അങ്ങനെ മാതാവ് അടയാളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിലും കത്തുന്ന തിരിയിലൊക്കെ അടയാളങ്ങൾ കണ്ട് ഒരുപാട് അടയാളങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചായിരുന്നു. കടബാധ്യതകളിൽ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ തന്നെ, പിന്നത്തെ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡ് ലോണും അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഒരു 8 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർത്ത് തന്ന്. പിന്നെ ഇപ്പം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല എന്നാളിൽ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പുതുക്കിയപ്പം നിയോഗത്തിൽ വെച്ചായിരുന്നു 15 ലക്ഷത്തിൻ്റെ ഒരു ഭവന വായ്പയുണ്ട്. ആ ലോൺ ക്ലോസ് ചെയ്താൽ ആധാരം കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ആധാരം കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് നല്ല നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക്. നല്ല നല്ല വർക്കുകൾ കിട്ടി, നല്ല നല്ല ലാഭങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനവും ഐശ്വര്യവും എല്ലാം എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഏട്ടൻ പറയും. ഈശോനും മാതാവിനും നന്ദി. ഞാൻ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നിടിച്ചു, എന്നെ തെറിച്ചു 1 മീറ്ററോളം ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം മൊത്തം തൊലിയെല്ലാം പോയി. ദൈവത്തിൻ്റെ ഭാഗ്യത്തിനാൽ, ഈശോൻ്റെയും മാതാവിൻ്റെയും ഭാഗ്യത്തിനാൽ എൻ്റെ ഒടിവും ചതവൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി നിർത്താതെ പോയി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമേ കാണുന്നില്ല. നേരെ അവിടെ നിന്ന് വരുന്ന ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, ഈ കാറ് അവിടെ ഒരു വളവിൽ പോയി ഒരു തെങ്ങും മരടിച്ചു, അവർക്ക് ഫുള്ളായിട്ട് വണ്ടി തകർന്നെന്ന്. അങ്ങനെ അവർക്കും ഒന്നും പറ്റിയില്ല. വണ്ടികൾ 2 തകർന്നു. വണ്ടി തകർന്നെങ്കിലും ആളുകൾ കണ്ടാൽ പറയും ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഓർക്കും. അതുപോലെ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത്ഭുതമായി രക്ഷപ്പെടുത്ത ഈശോവിനും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പറയാനുള്ളത്, എനിക്കൊരു 9 വർഷമായി ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടേണ്ട 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു.
അത് ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനകളും കാലത്തെ ഡെയിലി ബ്രെഡും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ 1.5 ലക്ഷം രൂപ അവർ ഞങ്ങളെ വിളിച്ചു തന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നത് എല്ലാ മാസവും വന്നിവിടെ വന്ന് കറക്റ്റ് പത്രം വാങ്ങിക്കും. അത് ആസ്പത്രികളിലും ഒക്കെ പോയി, ആസ്പത്രികളിലും പറവൂര് ടൗണിലൊക്കെ നടന്ന് കൊടുക്കായിരുന്നു. ആസ്പത്രികളിൽ ചെല്ലുമ്പം രോഗികളെ കണ്ട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഉള്ള ക്യാഷുകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കായിരുന്നു. പിന്നെ GPay ചെയ്ത് ഓരോ രോഗികൾക്കും ക്യാഷ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ബഡ്സ് സ്കൂളുകളിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അവരോടൊപ്പം കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജപമാല എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജപമാലയൊക്കെ യൂട്യൂബ് നോക്കി 4 ജപമാലകളും പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അങ്ങനെ 4 ജപമാലകളൊക്കെ ഞാൻ പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പത്രം കൊടുക്കുമ്പം പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൂട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ക്യാൻസർ പേഷ്യൻസുകളൊക്കെ ചെന്ന് കാണും. റെസിഡൻസിൻ്റെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് എല്ലാവരെയും സഹായിക്കായിരുന്നു. പിന്നെ ബൈബിൾ വായന 1/2 മണിക്കൂർ തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യും. ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലും. ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ജപമാല വെച്ചിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി, ഇതല്ല കേട്ടോ പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നും അതുപോലെ തന്നെ ജീവിക്കും. ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഭക്തിയും എല്ലാം നൽകി നല്ല പ്രഭാപൂരിതമായിട്ട് തന്നെയാണ് ഈശോയും മാതാവും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഈശോയ്ക്ക് മാതാവിനും കോടാനുകോടി നന്ദി.